നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വൈജയന്തി ആകപ്പാടെ കട്ടക്കലിപ്പോടെ മുറിയിലിരിക്കുവാണ്. കാരണം ബാബിദേൻ രോഹിത്തൊന്നും പോകാൻ തയ്യാറായിട്ടില്ല. തന്നെയും കൊണ്ടോ പോകുള്ളെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. അങ്ങനെ താൻ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് അവളുടെ മുന്നിൽ പിന്നെ എന്താ വില? താനൊന്നുമല്ലാതായി തീരും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ. അപ്പോഴാണ് ശിവശങ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ശിവശങ്കരൻ വന്നിട്ട് വൈജയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, നിൻ്റെ ഉദ്ദേശം എന്താ? അറിയത്തല്ലാണ്ട് ചോദിക്കുക. കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നിനക്ക് അവരെക്കുറിച്ച് വല്ല ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ ശിവേട്ടാ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? എടി, നീ അവരോടൊപ്പം പോവുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം ആവത്തില്ലേ? ഓ, അപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ശിവേട്ടന് ബുദ്ധിമുട്ടല്ലേ? എടി, എൻ്റെ ബുദ്ധിമുട്ടല്ല, അവരുടെ ഭവിതയുടെ ആണെങ്കിലും കോളേജിൽ പോക്കും അതുപോലെ തന്നെ കൃഷ്ണമോളുടെ സ്കൂളിൽ പോക്കും എല്ലാം മുടങ്ങിയിരിക്കുമല്ലേ? അപ്പം നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തേ? ശിവേട്ട, അവർ കുഞ്ഞു കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്കറിയാലോ. വേണമെങ്കിൽ പഠിക്കണമെന്നുള്ള കുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ പോവും, അല്ലാതെ ഇവിടെ എന്നെ നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിലും നീ തോറ്റു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? പിന്നെ തോറ്റു കൊടുക്കാനായിട്ട് ഞാൻ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലേന്ദ്രൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന പോലെയാണ്. അതിനെന്നെ കിട്ടത്തില്ല ശിവേട്ട. അതിനെന്താണെങ്കിലും ഞാൻ ഒരുക്കമല്ല. ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അല്ലേലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ ശിവേട്ട, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എടി, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്? എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാൻ എന്താണെങ്കിലും അധികം വൈകാതെ പോയിടുന്ന് വാടക വീട്ടിലേക്ക് മാറാൻ തന്നെ തീരുമാനം. അധികം നാളൊന്നും ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ ശിവശങ്കരൻ പറയാൻ പോയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ള കാര്യം മനസ്സിലായി. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആഹാരം എല്ലാം റെഡിയാക്കി എല്ലാവരും വിളിക്കുകയാണ്. പക്ഷേ കമല മാത്രം കഴിക്കാനായിട്ട് വന്നില്ല. കമല വേണ്ടെന്നും പറഞ്ഞ് മുറിയിലിരുന്നുള്ളൂ. ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു, അവളെ നിർബന്ധിക്കണ്ട, വിശന്ന് കഴിയുമ്പം അവൾ വേണേൽ തന്നെ വന്നെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് പോയി കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അലീന പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി വിളിക്കുന്നത്. അലീന ഫോണുമായിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? അതെ, അലീന ചേച്ചിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കിവിടെ സുഖം തന്നെയാണ്. ഞാനിപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലാണ്. കൊല്ലപ്പള്ളി വീട്ടിലോ? അവിടേക്ക് എന്തിനാണ് പോയത്? പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയണം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ആഹാ, അപ്പോൾ എല്ലാവരും കൂടെ അവിടെയല്ലേ? മനുവേട്ടനൊക്കെ ഉണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. അതെന്താ നീ മനുവേട്ടനെ കുറിച്ച് അങ്ങനെ ഊന്നി പറഞ്ഞ്? ഒന്നുമില്ല, വെറുതെ പറഞ്ഞ. പിന്നെ ചേച്ചി, ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്താ? ഞങ്ങളിന്ന് ഷെറിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുക. ഷെറിൻ്റെ വീട്ടിലേക്കോ? അതെന്തിനാ അവിടേക്ക് പോകുന്നത്? അത് പിന്നെ ഉണ്ടല്ലോ, ടോണി ചേട്ടൻ വരുന്നുണ്ട്, അപ്പം ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പോകാമെന്ന്. ടോണി ചേട്ടൻ്റെ കൂടെ ഞങ്ങളും പോവുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുമോയെന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് മാമച്ചാന് ഗ്രേസമാൻ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ, അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, എന്തെങ്കിലും വിവരം കിട്ടിയോ കുഞ്ഞിനെക്കുറിച്ച്? ഒന്നുമില്ല, ടോണി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും അവിടെ ചെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയാമെന്ന്. അപ്പോൾ അങ്കിള് ആൻറ്റിയൊക്കെ സമ്മതിച്ചിരിക്കുക. അപ്പോൾ അത് ഞാൻ ചേച്ചിയോട് പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ മോൻ്റെ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രേവതിക്കുട്ടി എന്ത് ചെയ്തു, മാമച്ചൻ്റെ ഗ്രേസമ്മയുടെ അടുത്തേക്കുന്നു. ഗ്രേസം വെച്ചു, നീ ഇത് എവിടെയായിരുന്നു? അതെ, ഞാൻ അലീന ചേച്ചിയെ വിളിച്ചൊന്ന് കാര്യങ്ങൾ പറയായിരുന്നു. അവൾക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ എനിക്ക് പറയാനായിട്ട് എൻ്റെ അലീന ചേച്ചിയല്ലേ ഉള്ളൂ. അല്ല, നീ റെഡിയായോ? അതൊക്കെ എപ്പോഴേ റെഡിയായിട്ടിരിക്കുന്നു, ഇനിയിപ്പോൾ ടോണി ചേട്ടൻ വന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ടോണി വന്നു. ടോണി വന്നു കഴിഞ്ഞപ്പോൾ മാമച്ചൻ പറഞ്ഞു, കയറിയിരിക്കുക, ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ആ സമയം മാമച്ചൻ പറഞ്ഞു, അതെ, ഇതിനു മുമ്പ് ഞാനും ഗ്രേസമ്മയൊക്കെ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോയിട്ട് അത്ര നല്ല സ്വീകരണമൊന്നുമല്ല കിട്ടിയത്. ഷെറിനെ കാണുകയും ചെയ്തതാണ്. പക്ഷേങ്കിൽ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചും കണ്ടും വേണം, അറിയാലോ. ഒരു പക്ഷേ ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ടോണി പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ ഉള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരെ. അത് കേട്ട് കഴിഞ്ഞപ്പം ഗ്രേസമ്മ പറഞ്ഞു, എൻ്റെ മോൻ കാരണമായിരിക്കും, ഒരുപക്ഷെ അവനെ അറിയാതെ അറിഞ്ഞു ചെയ്തൊരു തെറ്റ് കാരണമായിരിക്കും ടോണിയുടെ ജീവിതം താറുന്നേ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആ പാവം ഷെറിനെ ഇനിയും കണ്ണീര് കുടിപ്പിക്കരുത്. അവൾ പാവം കൊച്ച ടോണിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്.
ഇത് കേട്ടത് ടോണിയുടെ മനസ്സ് വല്ലാത്തൊരു ചാഞ്ചാട്ടം ഉണ്ടായി. കാരണം ടോണി ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഷെറിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാണ്. ഇപ്പം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒരു കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായി, പക്ഷേ ജിജോ മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്തത് ഈ പറയുന്ന ഷെറിൻ്റെ വീട്ടുകാരാണ്. അതിന് ഷെറിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ അവർ ഒടുവിൽ ഷെറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മാമച്ചനും ഗ്രേസമ്മയ്ക്കും നല്ല ടെൻഷനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ പറഞ്ഞു, അതെ ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നോളാം, ടോണി തന്നെ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ മതി. ഇനിയിപ്പം ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പ്രശ്നമായാലോ, അവിടെ ആരൊക്കെയുണ്ട് എങ്ങനെ എന്തൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ടോണി പറഞ്ഞു, അത് ശരി, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങി ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ടോണി എന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും റോബിച്ചനാണ് വന്ന് കഥ തുറക്കുന്നത്. ടോണി ഒന്ന് നോക്കി. അപ്പോഴേക്കും ആൻസി പിന്നാലെ വന്നു. റോബിച്ചൻ ഇങ്ങനെ ടോണിനെ നോക്കിയിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ടോണി പറഞ്ഞു, ഷെറിന്. ഓ, ഷെറിനെ കാണാൻ വേണ്ടി വന്നാണോ? അവളിവിടെ കൊണ്ടേ വിട്ടിട്ട് പോയിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ ഷെറിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നേ? അവളെ നടതള്ളിയ പോലെ കൊണ്ടിട്ടിട്ട് ഇപ്പം അന്വേഷിച്ചു വന്നിരിക്കുന്നു. ആൻസി പറഞ്ഞു, എന്താ റോബിച്ചായത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, പിന്നെ എങ്ങനെ പെരുമാറണമെന്ന് നീ പറ. ഇപ്പം ഒന്ന് ഫോൺ വിളിച്ചൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്തെങ്കിലും ചെയ്തോ? അതുപോലും ചെയ്തില്ലല്ലോ. ആ സമയം ആൻസി പറഞ്ഞു, അതെ ടോണി കയറി അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ടോണി അകത്തേക്ക് കയറി. ടോണി ചോദിച്ചു, അല്ല ഷെറിന് എവിടെയാ, ഷെറിൻ്റെ മുറി എവിടെയാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും റോബിച്ചൻ ചോദിച്ചു, എന്തിനാ ഇപ്പം അവളെ കാണാൻ വേണ്ടി വന്ന, എന്തിനാ ഇത്രയും നീണ്ട കാലത്തിന് ശേഷം? ഓ, ഇനിയിപ്പം അവളുടെ ഭ്രാന്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാണോ? നിങ്ങൾ പോയതിന് ശേഷം എൻ്റെ പെങ്ങളുടെ അവസ്ഥ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് കേട്ടതും ടോണി പറഞ്ഞു, അല്ല അതിന് കാരണം ഞാനാണോ റോബിച്ച? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്നെ ചതിക്കുമല്ലേ ചെയ്തേ, എന്നിട്ടും ഞാനിപ്പോൾ ഇവിടെ വീണ്ടും തിരികെ വന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻസി പറഞ്ഞു, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ടോണി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ആൻസി ഷെറിൻ്റെ മുറിയുടെ അവിടെ നിന്ന് കഥ തുറക്കുകയാണ്. ഈ സമയത്ത് ഷെറിന് ആകെപ്പാടെ അസ്വസ്ഥയായിരുന്നു. കാരണം ടോണി വിളിച്ചത് മുതൽ ഷെറിൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു. ടോണി ചെന്ന് തന്നെ കാണാൻ വരും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് മുറിയിലിരിക്കുന്നതൊക്കെ. വരാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൻസിനെ കാണുന്നത്. ആൻസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ല താല്പര്യമില്ലാത്ത മട്ടിൽ ഷെറിന് തിരിഞ്ഞ് കട്ടിലേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ടോണി വാതക്കലേക്ക് വരുന്നത്. ഷെറിൻ പിന്നീട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ടോണീനെ കണ്ടു. ഒരു നിമിഷം ടോണീനെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി. പിന്നീട് ടോണി ചായ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തന്നെ ടോണിക്ക് മനസ്സിലായി തന്നെ ഇവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യം. കാരണം മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് കൂടി ആ മനസ്സിൻ്റെ കോണിൽ ഇപ്പോഴും ടോണിക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. ടോണിക്കും ഷെറിനെ ചേർത്ത് പിടിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു ഷെറിന് ടോണിയോട് സംസാരിച്ച. എവിടെയായിരുന്നു ടോണിച്ചായൻ? ഞാൻ ഓരോ ദിവസം നോക്കിയിരിക്കും. എത്ര ദിവസമായി ടോണിച്ചായനെ കണ്ടിട്ട്. ടോണിച്ചായൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി വരുമായിരിക്കുന്ന, വരാതിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. അതെന്താ, എന്നെ വേണ്ടെന്നായോ? എന്നെ കൊണ്ടാൻ വേണ്ടി വന്നാണോ? അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങളായിരുന്നു. അതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് ടോണിക്കും അറിയണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് അലീനെ ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കുന്ന സമയത്ത് അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അതെ അച്ഛാ, അത് അമ്മ വരുന്ന ലക്ഷണം കാണുന്നില്ല. കാണുന്നില്ലെന്നോ? എനിക്കറിയായിരുന്നു അതല്ലേലും അങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. അതിന് അവൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവൾ ഒന്നും മടിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേന്ന് ചോദിച്ചു. അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് വരുവാ. അപ്പം നീ അവരെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടോ? ഓ, അവർ വരുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? അല്ല അതൊന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഞാൻ വിശേഷം എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. അല്ല അച്ഛൻ എന്തേലും കഴിച്ചോ? പിന്നെ കഴിച്ചോന്നോ? വിഭവസമൃദ്ധമായ ഒരു സദ്യ കഴിച്ചോളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി. കാരണം അലീനയായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അലീനയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് ബബിതയും കൃഷ്ണമോളും ഒക്കെ ആയിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ ആരുമില്ലല്ലോ. ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് വേണം എന്തേലും കഴിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുവച്ചാ. ശരി, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളും ഭവിതയും വന്നു കഴിഞ്ഞപ്പോൾ അലീന ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, ഞാൻ കടപ്പാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. ഞാനിവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ
മാഡത്തിന് അങ്ങോട്ടേക്ക് വരാനും ബുദ്ധിമുട്ടാകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നൊക്കെ അലീന പറഞ്ഞു. പക്ഷേ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഒക്കെ വല്ലാത്ത ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ അലീന അവിടെ ചെന്ന് കഴിയുമ്പോൾ തീരുമാനം മാറ്റുമോ? കാരണം അലീന ആ വീട്ടിൽ നിന്ന് പോയെങ്കിൽ മാത്രം വൈജയന്തി ആ വീട്ടിലേക്ക് കയറുവോളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെങ്കിലും വൈജയന്തിയുടെ തീരുമാനത്തിനൊരു മാറ്റമായിരുന്നു വൈജയന്തി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പിന്നീട് അലീന കടപ്പാട്ട് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ കൃഷ്ണമുളക്കും ബബിതയ്ക്കും ഒക്കെ നല്ല ദേഷ്യമായിരുന്നു. മര്യാദയ്ക്ക് വൈജയന്തി അവരുടെ കൂടെ പോകുമായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ എങ്കിലും വൈജയന്തിയുടെ ഈ പിടിവാശി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്താണെങ്കിലും അമ്മ പിടിവാശി കാണിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ടും ഈ ബബിതയും കൃഷ്ണമോളും തയ്യാറായില്ല. കൃഷ്ണമോൾക്ക് പലതവണയാണെങ്കിൽ നാവ് ചൊറിഞ്ഞു വന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട് അമ്മ ആരോടാ ദേഷ്യം കാണിക്കുന്നേ? സ്വന്തം മോളോടാ. ആ ഒരു ചിന്ത വേണം, അങ്ങനെയൊക്കെ പറയണമെന്ന് പലതവണ അങ്ങനെ തോന്നിയതാ. പിന്നെ അലീനയുടെ ഭാര്യേന്ദ്രൻ്റെ മുഖം ഓർത്തിട്ട് മാത്രമാണ് കൃഷ്ണമോൾ ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാത്തത്. വൈജയന്തി ഓരോ തവണ ദേഷ്യപ്പെട്ട് അലീനയോട് സംസാരിക്കുമ്പോഴും കൃഷ്ണമോൾക്ക് അതൊക്കെ പറയണം തോന്നിയതാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണമോൾ നാക്ക് കെട്ടിയിട്ടിരിക്കുന്ന പോലെയല്ലേ ആ സത്യങ്ങൾ തുറന്നു പറയുന്ന അലീനയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കൃഷ്ണമോൾ പറയാത്തത്. അല്ലെങ്കിൽ പണ്ട് തന്നെ കൃഷ്ണമോൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്തേനെ. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ വൈജയന്തി എത്ര കടന്ന് ചാടി എന്ന് പറഞ്ഞാലും അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ബാലേന്ദ്രനോ അല്ലെങ്കിൽ ബബിത രോഹിത്തോ ആരും തയ്യാറാവില്ല. അവസാനം വൈജയന്തി തന്നെ നാണം കെട്ട് ഒടുവിൽ കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.